പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത്. അതിലെ ക്യാരക്ടർ IO ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഗെറ്റ് കാർ, പുട്ട് കാർ എന്നുള്ള രണ്ട് ഫംഗ്ഷനാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇനി നോക്കാനുള്ളത് സ്ട്രീം ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻസ്. സ്ട്രീം ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻസ്. എന്താണ് സ്ട്രീം എന്ന് പറഞ്ഞാൽ? നമ്മൾ കണ്ടിട്ടുണ്ട് IO സ്ട്രീം അല്ലെ? IO സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. ഒരു ഹെഡർ ഫയൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹെഡർ ഫയലിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ സി ഇൻ സി ഔട്ട് എന്നുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത്. സ്ട്രീം ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ സ്ട്രീം ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. ആ ഒരു വിഭാഗമാണ് ഈ സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. C++ provides another facility to perform input-output operations on characters and strings. ഇത് ക്യാരക്ടേഴ്സും സ്ട്രിങ്ങും ഇൻപുട്ട് ചെയ്യാൻ ഗെറ്റ്കാർ പുട്ട്കാർ എന്നുള്ളത് ക്യാരക്ടർ റീഡ് ചെയ്യാൻ, ഒറ്റ ക്യാരക്ടർ റീഡ് ചെയ്യാനും ഒരു ക്യാരക്ടർ ഒരു സമയം പ്രിന്റ് ചെയ്യാനും വേണ്ടിയുള്ള ഫങ്ഷൻസ് ആണ്. എന്നാൽ സ്ട്രീം ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഒന്നിലധികം ക്യാരക്ടേഴ്സ്, അതായത് എന്താ, സ്ട്രിങ്ങുകൾ ഹാൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് പറയാം സ്ട്രീം ഫങ്ഷൻസ് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സും സ്ട്രിങ്ങും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് സ്ട്രീമിലെ ഇൻപുട്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ക്യാരക്ടേഴ്സും സ്ട്രിങ്ങിനും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും നോക്കുക. ഇൻപുട്ട് ഫങ്ഷൻസ്, അതിലെ ഇൻപുട്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഇൻപുട്ട് ഫങ്ഷൻസ് ഗെറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ലൈൻ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് ലൈൻ, there are two input functions. One is get and get line. സ്ട്രീം ഫങ്ഷൻസിൽ വിഭാഗത്തിൽപ്പെട്ടതാണ് ഗെറ്റ് ഗെറ്റ് ലൈൻ. ക്യാരക്ടർ IOയിൽ പെട്ടതാണ് ഗെറ്റ് കാർ. ആ വ്യത്യാസം മനസ്സിലാക്കുക. സ്ട്രീം ഫങ്ഷൻ, സ്ട്രീം STREAM, സ്ട്രീം സ്ട്രീം ഫങ്ഷൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഗെറ്റും ഗെറ്റ് ലൈനും. ക്യാരക്ടർ IO ഓപ്പറേഷൻസ് എന്നുള്ള ഫങ്ഷൻസിൽ വിഭാഗത്തിൽപ്പെട്ടതാണ് ഗെറ്റ് കാർ ഫങ്ഷൻ. അതിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആകുമ്പോൾ പുട്ട് കാർ. ഇവിടെ സ്ട്രീം ഫങ്ഷൻസിൽ ഇൻപുട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് ഗെറ്റ് എന്ന് പറയുന്നതും പുട്ട് എന്ന് പറയുന്നതും. ഗെറ്റ് എന്ന് പറയുന്നതും ഗെറ്റ് ലൈൻ എന്ന് പറയുന്നതും. നിങ്ങളുടെ 51ാമത്തെ പേജിൽ ഇൻപുട്ട് ഫങ്ഷൻസ് പറയുന്നുണ്ട്. അത് നോക്കൂ. ദീസ് ഫങ്ഷൻസ് അലൗ ഇൻപുട്ട് ഓഫ് ക്യാരക്ടർ ആൻഡ് സ്ട്രിംഗ് ഡാറ്റ. ക്യാരക്ടേഴ്സും സ്ട്രിങ്ങും ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് ഈ ഗെറ്റ് ലൈൻ എന്നുള്ള ഫങ്ഷൻസ്. എന്താണ് ഗെറ്റ് എന്നുള്ള ഫങ്ഷൻ? കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നു. ഗെറ്റ് ലൈൻ എന്നുള്ളപ്പോൾ എന്തായിരിക്കും? ആ വാക്ക് തന്നെ നമുക്കറിയാം. ഗെറ്റ് ലൈൻ, ലൈനാണ്, ഒരു ലൈൻ. അപ്പോൾ സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഗെറ്റ് ലൈൻ എന്നുള്ള ഫങ്ഷൻ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. എങ്ങനെയാണ് ഇത് എഴുതുക? ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക? ആദ്യം നമ്മൾ ഗെറ്റ് ആണ്. സ്ട്രീം ആയതുകൊണ്ട് സീനിന്റെ അല്ല സി ഔട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ വേരിയബിൾ ഇൻപുട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ക്യാരക്ടർ CH. ഇതിവിടെ CH എന്നുള്ള വേരിയബിളിലേക്ക് ഇങ്ങനെ കൊടുക്കുക CIN ഡോട്ട് ഗെറ്റ്. ഇങ്ങനെ കൊടുക്കുക CIN ഡോട്ട് ഗെറ്റ് CH. ഗെറ്റ് ഇതിൻ്റെ ഉള്ളിൽ CH കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നു, accept a character and store into the variables CH now. CIN dot get CH. CH എന്നുള്ള വേരിയബിളിലേക്ക് അത് ഇൻപുട്ട് ചെയ്യും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് CIN എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഇതിന്റെ കൂടെ പറയണം. CIN dot get എന്ന് പറയണം. പിന്നെ
വേറൊരു ഈ ഗെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രിങ്ങും എന്ത് ചെയ്യാം, ഇൻപുട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൊടുക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. സി ഇൻ ഡോട്ട് ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്താൽ, സ്ട്രിങ് 10 വെച്ച് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ കൊടുക്കാം CH ഈക്വൽ ടു CIN ഡോട്ട് ഗെറ്റ് STR 10 ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ STR എന്നുള്ള സ്ട്രിങ്ങിലേക്ക് 10 അക്ഷരങ്ങൾ ഇൻപുട്ട് ചെയ്യും. 10 അക്ഷരങ്ങൾ വരെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന മനസ്സിലാണോ? അതായത് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് മീൻസ് സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങോ ഒരു ക്യാരക്ടറോ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ് എന്നുള്ള ഇൻപുട്ട് ഫംഗ്ഷൻ. അത് എഴുതുന്ന രീതി ഒന്നുകൂടി പറയാം. ഞാനിവിടെ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയും സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഗെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. 2 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഒരു CH എന്നുള്ള ക്യാരക്ടർ വേരിയബിളും ഒരു STR എന്നുള്ള ഒരു സ്ട്രിങ് വേരിയബിളും. ഇതെങ്ങനെ സ്ട്രിങ് വേരിയബിൾ ആണെന്നുള്ളത് വ്യക്തമാണ് അല്ലെ? STR of 10 അറിയാണ് പറയേണ്ടത്. നമുക്കറിയാം ക്യാരക്ടർ അറിയാവുമ്പോൾ സ്ട്രിങ് ആയിരിക്കും. ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും CIN അല്ലെ? CIN എന്നുള്ള കമാൻഡിന്റെ സഹായത്തോടുകൂടിയാണ് എന്ത് ചെയ്യുക, ഇൻപുട്ട് ചെയ്യുക. CIN എന്നുള്ള കമാൻഡ് കൊടുക്കുന്നത് CIN ഡോട്ട് ഗെറ്റ് ഇവിടെ എന്ത് ചെയ്യുക CH ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, കീബോർഡിൽ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തിട്ട് CHലേക്ക് സ്റ്റോർ ചെയ്യും. വേണമെങ്കിൽ CH ഈക്വൽ ടു എന്നുള്ളതും സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. 2 രീതിയിലും അത് ഇൻപുട്ട് ചെയ്യാം. പിന്നെ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നതാണ് CIN ഡോട്ട് ഗെറ്റ് ദിസ് ഇസ് എ സ്ട്രിങ് STR. വി ഹാവ് ടു സ്പെസിഫൈ ദ സൈസ് ഓഫ് ദി അല്ലെ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. ഈ 2 രീതി ഇവിടെ നമുക്ക് പറയാൻ പറ്റും. CH എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ്. STR എന്നുള്ളത് ഒരു സ്ട്രിങ് വേരിയബിൾ ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരാമീറ്റേഴ്സ് എന്നുള്ളൊരു കാര്യം. പാരാമീറ്റേഴ്സ് എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന ഒരു ലിസ്റ്റാണ് അല്ലെ, എത്ര ഐറ്റംസ് ഉള്ളത്. ഇന്നലെ മേക്ക് കോഫി എന്നുള്ളൊരു കാര്യം പറഞ്ഞതാണ്. മേക്ക് കോഫി പറയുമ്പോൾ അതിൽ 4 പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, ഗെറ്റ് എന്നുള്ളത് ഒരു പാരാമീറ്റർ ഉള്ള ഗെറ്റ് ഉണ്ട്, 2 പാരാമീറ്റർ ഉള്ള ഗെറ്റും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. ഗെറ്റ് 2 പ്രോട്ടോടൈപ്പ് ഉണ്ട്, 2 മോഡൽ ഉണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മോഡൽ. 2 മോഡൽ ഉണ്ട്. ഒന്ന് ഗെറ്റ് ഒരു ആർഗ്യുമെന്റ് അല്ല, ഒരു ആർഗ്യുമെന്റ് എന്നും പറയും അല്ലെ. പാരാമീറ്ററും ആർഗ്യുമെന്റും ഒന്നാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ CH ഒരു ആർഗ്യുമെന്റ് ഉള്ള ഒരു ഗെറ്റ് ഉണ്ട്, 2 ആർഗ്യുമെന്റ്സ് ഉള്ള ഗെറ്റും ഉണ്ട്. ദാറ്റ് ഈസ് ഗെറ്റ് ഫംഗ്ഷൻ. ഫേസ്ബുക്കിൽ പറയുന്ന കാര്യം നോക്കൂ, ഒന്നുകൂടി പറയാണ്. ഗെറ്റ് എന്നുള്ളതിൽ ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്, അതായത് സ്ട്രിംഗ് ത്രൂ കീബോർഡ്. To accept a string, array name and size are to be given as arguments. Argument ആയിട്ട് എന്ത് കൊടുക്കണം? സൈസും കൊടുക്കണം, ക്യാരക്ടർ അറേയുടെ പേരും കൊടുക്കണം. സ്ട്രിങ് ആവുമ്പോൾ, ക്യാരക്ടർ ആവുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രം കൊടുത്താൽ മതി. അത് ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക. ഇതാണ് എന്ത്? യെസ്, ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഈസ് ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷനാണ്. ഗെറ്റ് ലൈൻ എന്താണ്? ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനൊക്കെ നമുക്ക്, ഒരു സെന്റൻസ് ഒക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് ഗെറ്റ് ലൈൻ. അവിടെ നമുക്ക് ഇതിന്റെ ഡെലിമിറ്റർ, അതായത് ടെർമിനേറ്റ് ചെയ്യുക, എൻട്രിക്ക് കൊടുത്താലാണ് ടെർമിനേറ്റ് ചെയ്യുക. അതിൽ പറയുന്നുണ്ട് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ അല്ലെ. ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ
നോക്കൂ, ഇറ്റ് ആക്സസ് എ സ്ട്രിങ് ത്രൂ കീബോർഡ്. ഒരു കീബോർഡിൽ നിന്ന് ഒരു സ്ട്രിങ് ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ഫംഗ്ഷനാണ് ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ. ഇതിൽ പറയുന്നത് ഡെലിമിറ്റർ വിൽ ബി എൻ്റർ കീ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ സ്പെസിഫൈഡ് ക്യാരക്ടർ അല്ലേ. അതായത് നമ്മൾ എൻ്റർ കീ അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തൊരു ലൈനെ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഇപ്പോൾ ദിസ് ഈസ് കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് എന്ന് ഒരു സെന്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ അതവിടെ ടെർമിനേഷൻ ആവും. ഇനി ഗെറ്റ് ലൈന് നേരത്തെ ഗെറ്റ് പറഞ്ഞ പോലെ തന്നെ രണ്ട് മോഡലുണ്ട്, രണ്ട് പ്രോട്ടോടൈപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതുകയാണ് ക്യാരക്ടർ CH, str octet ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നു. then int len, then cin dot get line str len. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഒരു മോഡലാണ് നമ്മൾ കാണിച്ചത്. രണ്ട് ആർഗ്യുമെന്റ് ഉള്ള ഒരു ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. അവിടെ പറയുന്നത് ഗെറ്റ് ലൈൻ ഒരു ക്യാരക്ടർ അറേ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ ആദ്യത്തെ ആർഗ്യുമെന്റ് ആയിട്ട് അല്ലെ. ആദ്യത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ അറേ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എത്ര അക്ഷരങ്ങൾ വേണം, എത്ര ക്യാരക്ടേഴ്സ് വേണം എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ലെങ്ത് എന്നാണ്. ഏകദേശം നമ്മുടെ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ സമാനമാണ് അല്ലെ. അതായത് ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ വഴി ഗെറ്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഗെറ്റില് ഒരു ഡിലിമിറ്റർ ഉണ്ട്, ഒരു വാക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എത്ര സെന്റൻസ് വേണമെങ്കിലും കൊടുക്കാം. അത് ഡിലിമിറ്റ് ചെയ്യുന്നത് എൻ്റർ കീ വെച്ചിട്ടാണ്. അതാണ് ഒന്നാമത്തെ. സെക്കൻഡ് യൂസേജിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഏത് അക്ഷരമാണ് ഡിലിമിറ്റർ എന്ന് സ്പെസിഫൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റർ കീ ആണ് ഡിലിമിറ്റിംഗ് ക്യാരക്ടർ. മൂന്നാമത്തെ മൂന്ന് ആർഗ്യുമെന്റ് ഉള്ള ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ cin ഡോട്ട് ഗെറ്റ് ലൈൻ str len ഒരു ch കൊടുക്കുന്നു. ch ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര അക്ഷരം എന്ത് ചെയ്യുന്നു, സ്പെസിഫൈ ചെയ്തിട്ടുള്ള അക്ഷരം ആ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യും. ഡീലിമിറ്റ് ചെയ്യുന്ന ക്യാരക്ടർ എൻ്റർ കീക്ക് പകരം നമുക്ക് എന്താണോ അക്ഷരം കൊടുത്തിട്ടുള്ള അക്ഷരം കണ്ടു ഞാൻ ടെർമിനേറ്റ് ചെയ്യും. അതൊന്ന് വായിക്കാൻ നോക്കൂ. നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് എക്സാമ്പിൾ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഹാസ് 2 ആർഗ്യുമെന്റ്സ്. ശരിയല്ലേ? ആദ്യത്തേൽ 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്, 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്താ പറയുന്നത്? ഒന്ന് എ ക്യാരക്ടർ അറേ അല്ലെ. ഇവിടെ എന്താണ് ക്യാരക്ടർ എന്നത് str ആണ്. പിന്നെ an integer len that represent maximum number of characters that can be stored അല്ലെ. എത്ര അക്ഷരം വേണം എന്നുള്ളത്, നമ്മുടെ സ്ട്രിങ്ങിലേക്ക് എത്ര അക്ഷരം വേണം എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ അല്ലെ len എന്നുള്ളത്. അപ്പോൾ ഒരു വേരിയബിൾ അല്ല, ഒരു ഒന്നെന്താണ് സ്ട്രിങ് ആണ്, ഒന്ന് എത്ര എണ്ണം. ഇപ്പോൾ str 10 എന്ന് പറഞ്ഞാൽ 10 അക്ഷരം വരെ, 15 കൊടുത്താൽ 15 അക്ഷരം വരെ. അപ്പോൾ അതാണ് ഒരു മോഡൽ. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇൻ സെക്കൻഡ് സ്റ്റേജ്, സെക്കൻഡ് മോഡൽ, സെക്കൻഡ് യൂസേജ് എ ഡീലിമിറ്റർ ക്യാരക്ടർ content of ch can also be given along with the number of characters. While inputting the string, only characters or characters up to specifying delimiting character, whichever occur will first will be stored in array. അതായത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം ഇന്ന അക്ഷരം വരെ എന്ന് പറയാം. അപ്പൊ ഏതാണ് നമ്മൾ ആദ്യം എൻ്റർ കീ ആണോ അടിക്കുന്നതെങ്കിൽ അവിടെ ടെർമിനേറ്റ് ചെയ്യും. എല്ലാം നമ്മളൊരു അക്ഷരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്ഷരം എത്തുന്നവരെ. അപ്പോൾ അവിടെ 3 ആർഗ്യുമെന്റ് ഉള്ള ഒരു ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. ഇപ്പോൾ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ 2 മോഡലുണ്ട്. ഒന്ന് 2 ആർഗ്യുമെന്റ് ഉള്ളത്, വേറൊന്ന് 3 ആർഗ്യുമെന്റ് ഉള്ളത്. 3 ആർഗ്യുമെന്റും 2 ആർഗ്യുമെന്റ്സും ഉള്ള ഗെറ്റ് ലൈൻ ഫംഗ്ഷൻസ് ഉണ്ട്. 2 ആർഗ്യുമെന്റ് ഉള്ള ഫംഗ്ഷൻസിൽ ഏതൊക്കെ വരിക? ഒരു സ്ട്രിങ്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്
എത്ര അക്ഷരം എന്നുള്ളത്, എത്ര എണ്ണം പറയും. അപ്പുറത്ത് 3 ആർഗ്യുമെന്റ് ഉണ്ടല്ലോ. ഈ 2 എണ്ണത്തിന് പുറമെ ഒരു ഡിലിമിറ്റിംഗ് ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. കാരണം എൻട്രിക്ക് അടിച്ചാൽ മാത്രമല്ല ഒരു കെ എന്ന് കൊടുത്താൽ അപ്പോൾ ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. SCR ഇങ്ങനെ കൊടുക്കാം. ഇവിടെ സി ഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ STR 10, K എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ ദിസ് ഈസ് എ കൊമേഴ്സ് ക്ലാസ് എന്ന് കൊടുത്തു, കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സ്റ്റോപ്പ് എൻട്രിക്ക് അടിച്ചാൽ ടെർമിനേറ്റ് ചെയ്യും. മനസ്സിലല്ലേ? കാരണം അവിടെ എന്ത് ചെയ്യുന്നില്ല, കെ എന്നൊരു അക്ഷരം വരുന്നില്ല. ദിസ് ഈസ് എ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് എന്നുള്ള ആ ഒരു വാചകത്തില് കെ എന്നുള്ളൊരു അക്ഷരം വരുന്നില്ല. ഇനി ഞാൻ കൊടുക്കുന്നത് അവർ സ്റ്റേറ്റ് ഈസ് കേരള എന്നൊരു സെന്റൻസ് കൊടുക്കണം. അവർ സ്റ്റേറ്റ് ഈസ് കേരള. അപ്പൊ അവർ സ്റ്റേറ്റ് ഈസ് വരെ എടുക്കുള്ളൂ. കെ കണ്ടു, അപ്പൊ എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു അക്ഷരം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഡിലിമിറ്റിംഗ് ക്യാരക്ടർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാണോ അത് ഒക്കൂർ ചെയ്യുന്നത്. എൻട്രക്കി ആണെങ്കിൽ അതായത് നമ്മൾ എൻട്രക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ടെർമിനേറ്റ് ചെയ്യും. എല്ലാ ഡിലിമിറ്റിംഗ് ക്യാരക്ടർ കാണുന്നതെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ അത് ഏതാണോ ഫസ്റ്റ് ഒക്കറൻസ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഗെറ്റ് ലൈൻ ആൻഡ് ഗെറ്റ് എന്നുള്ള 2 ഫങ്ഷൻസ് ശ്രദ്ധിക്കുക. ഇതിൽ ഇൻപുട്ട് ചെയ്യാനുള്ള സ്ട്രീം ഫങ്ഷൻസിൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ഫങ്ഷൻസ് ആണ് ഗെറ്റും ഗെറ്റ് ലൈൻ. ഗെറ്റ് എന്നുള്ളത് സിംഗിൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ട്രിങ്ങും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഇറ്റ് ഹാസ് 2 മോഡൽസ്. വൺ ഈസ് get function with 1 argument. വേറൊന്നാണ് get function with 2 arguments അല്ല പാരാമീറ്റേഴ്സ്. get എന്നുള്ളതിൻ്റെ കൂടെ ഒരു ആർഗ്യുമെന്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ചെയ്യാൻ പറ്റും. സ്ട്രിങ് വെച്ച് കൊടുക്കുമ്പോൾ 2 ആർഗ്യുമെന്റ് വരും. ഗെറ്റ് ലൈനിലാകുമ്പോൾ നമുക്കൊരു സെന്റൻസ് വരെ ഇൻപുട്ട് ചെയ്യാം. സെന്റൻസ് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡിലിമിറ്റിംഗ് ക്യാരക്ടർ ഉണ്ടാവും. ഡീഫോൾട്ട് ആയിട്ടുള്ള ഡിലിമിറ്റിംഗ് ക്യാരക്ടർ എൻട്രി കീ ആണ്. എന്നാൽ നമുക്ക് എൻട്രി കീ അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു അക്ഷരം വെച്ചുകൊണ്ട് ഡിലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ അക്ഷരം കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഉണ്ടാവും. ഇതാണ് 2 ഇൻപുട്ട് ഫംഗ്ഷൻസ്. നെക്സ്റ്റ് ഇതിലെ സ്ട്രീമിലെ ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഏതാണോ? ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്താണ്? ഔട്ട്പുട്ട് ഫംഗ്ഷൻ 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് പുട്ട് ഫംഗ്ഷന്, വേറൊന്ന് റൈറ്റ് ഫംഗ്ഷൻ. ഈ പുട്ട് എന്നുള്ളത് നിങ്ങളുടെ ബുക്കിൽ പറയുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ലൈക്ക് പുട്ട് ആൻഡ് റൈറ്റ് അലൗ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ടു ഫ്ലോ ഫ്രം മെമ്മറി ടു ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അല്ല ഔട്ട്പുട്ട് ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് പുട്ട് അല്ലെങ്കിൽ ഏത് റൈറ്റ് എന്നുള്ളത്. നേരത്തെ ഗെറ്റും ഗെറ്റ് ലൈനും സി ഇൻ എന്നുള്ള ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ അല്ല സ്ട്രീം ഒബ്ജക്റ്റ് ആണ് അല്ലെ. സി ഇൻ എന്നുള്ളത് സ്ട്രീം ഒബ്ജക്റ്റ് ആണ്. ഇവിടെ പുട്ടും അതുപോലെ തന്നെ റൈറ്റ് എന്നുള്ള ഫംഗ്ഷനും സ്ട്രീം ഒബ്ജക്റ്റ് ആയിട്ടുള്ള സി ഔട്ടിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. സി ഔട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഗെറ്റ് സീന്റെ കൂടെ ആണെങ്കിൽ പുട്ട് സി ഔട്ടിന്റെ കൂടെയാണ് സ്പെസിഫൈ ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ കൊടുക്കുന്ന രീതിയെല്ലാം ഇപ്പോൾ സി ഔട്ട് ഡോട്ട് പുട്ട് സി എച്ച് കൊടുത്താൽ അപ്പൊ എന്ത് ചെയ്യും? അതായത് നമ്മൾ നേരത്തെ സി ഇൻ ഡോട്ട് ഗെറ്റ് സി എച്ച് കൊടുത്ത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഗെറ്റ് വെച്ച് ഇൻപുട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ പുട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യാം. അപ്പൊ അത് കൊടുക്കുമ്പോൾ സി ഔട്ട് ഡോട്ട് എന്നാണ് പറയാം. പുട്ട് ഇൻവോക്ക് ചെയ്യുന്നത് സി ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റിന്റെ സഹായത്തോടെയാണ്. ഗെറ്റ് എന്നുള്ള ഫംഗ്ഷന് ഇൻവോക്ക് ചെയ്യുന്നത് സി ഇന്നിന്റെ എന്തുകൊണ്ടാണല്ലോ മനസ്സിലാക്കുക. എന്താണ്? ഗെറ്റ് എന്നുള്ള ഇൻപുട്ടാണ്. ഇൻപുട്ടിന് വേണ്ടിയുള്ള സ്ട്രീം ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി സി ഇൻ എന്ന് പറയുന്നത്.
ആ വാക്ക് നോക്കൂ, സീൻ എന്നുള്ളത് സ്ട്രീം ഒബ്ജക്ട്സ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സീനും സി ഔട്ടും. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷനിലൂടെ IO സ്ട്രീം പറയണം. ഈ രണ്ടെണ്ണത്തിനെ പറയാ സ്ട്രീം ഒബ്ജക്ട്സ് എന്നാ പറയാം. സ്ട്രീമിന്റെ ഒബ്ജക്റ്റുകൾ എന്നാ പറയാം. ഇപ്പോ ഗെറ്റും പുട്ടും ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റിന് സീനും വേണം, പുട്ടിന് സി ഔട്ടും വേണം. അപ്പൊ ഇവിടെ ഗെറ്റ് എഴുതുമ്പോൾ നമ്മൾ കണ്ടു സീൻ ഡോട്ട് ഗെറ്റ് സി, പുട്ട് എഴുതുമ്പോൾ സി ഔട്ട് ഡോട്ട് പുട്ട് CH എന്ന് പറയും. ഡയറക്റ്റും പറയാം നമുക്ക് സി ഔട്ട് ഡോട്ട് പുട്ട് സ്മോൾ ഡോ എ. അപ്പോൾ എ എന്ന അക്ഷരം പ്രിന്റ് ചെയ്യും. ദാറ്റ് ഈസ് പുട്ട് ഫംഗ്ഷൻ. ഇനി ഇതേപോലെ തന്നെയാണ് ഇത് റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ. റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ആർഗ്യുമെന്റ്സ് സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സി ഔട്ട് ഡോട്ട് റൈറ്റ് അത് സ്ട്രിംഗ് ആയിരിക്കണം. അപ്പോൾ ക്യാരക്ടർ അറേ എന്ത് ചെയ്യണം, STR ഓഫ് 10 കൊടുത്തു കഴിഞ്ഞിട്ട് റൈറ്റ് STR, 10. ഇവ ഈ റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, രണ്ട് ആർഗ്യുമെന്റ് ഉണ്ടാവും. ഇതാണ് എന്ത് റൈറ്റും അതിന്റെ ഇൻപുട്ട് അല്ല ഗെറ്റ് ലൈൻ വെച്ചിട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രീം ഒബ്ജക്റ്റ് സി ഔട്ട് ആണ്, സി ഔട്ടിന്റെ കൂടെ റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഒരു ക്യാരക്ടറാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ പുട്ട് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 4 ഫംഗ്ഷൻസ് ആണ് പഠിച്ചത്. ഓർക്കുക, ഒന്ന് ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. ഗെറ്റും ഗെറ്റ് ലൈനും ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണ്, പുട്ടും റൈറ്റും ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇത് സ്ട്രീം ഫംഗ്ഷൻസ് അല്ലെ. സ്ട്രീം ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. അത് അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരം ഇൻപുട്ട് ചെയ്യാനും അക്ഷരങ്ങൾ ഔട്ട്പുട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. നേരത്തെ പഠിച്ച ഒന്നാമത്തെ വിഭാഗത്തിൽ സിംഗിൾ ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യുക, സിംഗിൾ ക്യാരക്ടറാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ചെയ്യുക. അത് കീബോർഡിന് ഡയറക്റ്റ് ആയിട്ട് ഗെറ്റ് കാർ പുട്ട് കാർ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ 6 ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതാണ് ഗെറ്റ് കാർ, പുട്ട് കാർ അല്ലേ, ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. ഇപ്പൊ എന്ന് പറഞ്ഞ 4 ഫംഗ്ഷൻസും സ്ട്രീം ഫംഗ്ഷൻസിൽ വരുന്ന സ്ട്രീം ഫംഗ്ഷൻസ് എന്നുള്ള വിഭാഗം. ഇന്നലെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ഏതിൽ വരുന്നതാണ്, കൺസോൾ IO ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. നെക്സ്റ്റ് വൺ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് മൂന്നാമത്തെ വിഭാഗം. എന്താണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഗെറ്റ്കാർ പുട്ട്കാർ അത് തന്നെ എന്നുള്ള ഫംഗ്ഷൻ, ഗെറ്റ്കാർ പുട്ട്കാർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഹെഡർ ഫയൽ വേണമെന്ന് പറഞ്ഞു. CSTDIO ടർബോ C++ ആണ് H വരുന്നത്. നമ്മൾ ജീനിയുടെ ഉബുണ്ടുവിലെ ജീനി C++ ആയതുകൊണ്ട് CSTDIO എന്നുള്ള കൊടുത്താൽ മതി. ആഷ്ലിംഗിലൂടെ CSTDIO. ഇപ്പൊ ഇനി പറയാൻ പോകുന്ന മൂന്നാമത് വിഭാഗം സ്ട്രിംഗ് ഫംഗ്ഷൻസ് മനസ്സിലാക്കുമ്പോൾ, സ്ട്രിംഗ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ there will be a header file C string എന്നുള്ള ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിൽ C string എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 3 ഹെഡർ ഫയലാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് #include IO stream. അത് നിർബന്ധമായും നമുക്ക് C++ പ്രോഗ്രാമിൽ വേണ്ടതാണ്. കാരണം C ഔട്ടും C നും ഉണ്ടാവും. ഗെറ്റ്കാർ പുട്ട്കാർ തുടങ്ങിയ ഫംഗ്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ഹെഡർ ഫയൽ വേണം, CSTDIO. അതുപോലെ തന്നെ ഇനി പഠിക്കാൻ പോകുന്ന സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഈ ഹെഡർ ഫയലും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ ഗെറ്റ്കാറിൻ്റെയും അത് തന്നെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാം വരുമ്പോൾ തീർച്ചയായിട്ടും 3 ഹെഡർ ഫയൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്
നമുക്ക് പ്രോഗ്രാം വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഹെഡർ ഫയൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സി സ്ട്രിംഗ് എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് നിങ്ങൾ സ്ട്രിംഗ് ഫംഗ്ഷൻസിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം എഴുതുമ്പോൾ സി സ്ട്രിംഗ് എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്? ബുക്കിൽ പറയുന്നുണ്ട് പ്രധാനമായും 4 ഫംഗ്ഷൻസ് ആണ്. strlen എന്നുള്ളൊരു ഫംഗ്ഷൻ, strcpy, 5 ഫംഗ്ഷൻസ് ഉണ്ട്. strlen, strcpy, strcat, strcmp, strcmpi. അതൊക്കെയാണ് strlen, strcat, then strcpy, strcpy, strcat ഒറ്റ വാക്കാണ്, strcmp and strcmpi. These are the string functions in C++. string function, സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഏതൊക്കെയാണ്? strlen, strcpy, cpy stands for copy എന്നാണ്, string copy. strcat, str concatenate ചെയ്യാന്ന് പറയാം, കമ്പൈൻ, 2 സ്ട്രിങ്ങുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. strcmp കമ്പാരിസൺ ഉണ്ട്, സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ ഇപ്പോൾ ഈ ആൽഫബറ്റിക്കൽ ഓർഡർ ആക്കുമ്പോൾ സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcmp. strcmpi എന്ന് പറഞ്ഞാൽ ഇഗ്നോർ കേസുകൾ നോക്കാം, നമുക്ക് ഡീറ്റെയിൽഡ് പറയാം എന്താണ് ഓരോന്നും നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് strlen ആണ്. strlen എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? strlen എന്നുള്ള ഫംഗ്ഷൻ എന്താ പറയുന്നത് നോക്കൂ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് strlen എന്ന് പറയുന്നത്. ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഏത്? strlen. അപ്പോ നോക്കൂ, ഞാനൊരു സ്ട്രിങ് ഡിക്ലെയർ ക്യാരക്ടർ str of 10 സ്ട്രിങ് ഇൻപുട്ട് ചെയ്തു. നമുക്കറിയാം ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം അല്ലെ. സ്ട്രിങ് ഇനീഷ്യലൈസേഷൻ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാരക്ടർ str of 10 എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വെൽക്കം എന്നുള്ളൊരു സ്ട്രിങ് നമ്മൾ അസൈൻ ചെയ്യും. ക്യാരക്ടർ str10 വെൽക്കം. ഇതിൽ നമുക്കറിയാം ഓരോ അക്ഷരങ്ങളായിട്ട് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. അവസാനത്തെ ക്യാരക്ടർ എന്തായിരിക്കും? /0 ആയിരിക്കും എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇനി ഇവിടെ നമുക്ക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. strlen of str എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എന്താണ്? strlen is used for finding length of a string എന്നാ പറയുന്നത്. ഫൈൻഡിങ് ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ മേക്ക് കോഫി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ പറഞ്ഞായിരുന്നു. അത് റിട്ടേൺ ചെയ്യുന്നുണ്ട് കോഫി ആയിട്ട്. അതിൽ 4 ആർഗ്യുമെന്റ്സ് ഉണ്ട് അല്ലെ, 4 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെയും അതേപോലെ തന്നെ strlen എന്ന് പറയുന്നത് എന്നുള്ള ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ആ ആർഗ്യുമെന്റ് എന്താണ്? ഏത് സ്ട്രിങ്ങിന്റെ എന്നുള്ളത്. അത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലെ. strlen എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ എ വാല്യൂ ദാറ്റ് ഈസ് ഇന്റിജർ ആയിരിക്കും അല്ലെ, ഒരു വാല്യൂ അല്ലെ. ഇപ്പോ 1 5 10 12 20 എന്നൊക്കെ പറയുന്ന സംഖ്യ ആയിരിക്കും. എന്താണ് ആ സംഖ്യ? ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്. ഇവിടുത്തെ കേസ് വെൽക്കം എന്നുള്ള സ്ട്രിംഗ് ആണ് കൊടുത്തില്ലെങ്കിൽ 1 2 3 4 5 6 7 എന്നുള്ള അക്ഷരം പ്രിന്റ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്കിത് റിട്ടേൺ ചെയ്യുമ്പോൾ ഇത് ഈക്വൽ ടു ഒരു എന്തൊരു വേരിയബിൾ len കൊടുക്കും. അപ്പൊ len ഈക്വൽ ടു strlen ഓഫ് str കൊടുത്തു കഴിഞ്ഞാൽ str എന്നുള്ള ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് len എന്നുള്ളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ആ len എന്നുള്ളത് നമ്മുടെ മുകളിൽ എന്ത് ചെയ്യണം? ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം.
കാരണം വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്താണ്? റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്താണ്? ഇന്റിജർ ആണ്. ഈ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ആ ഫംഗ്ഷനിൽ എത്ര പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്, ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് എന്താണ്. ഇവിടുത്തെ കേസിൽ എന്താ? ഇന്റിജർ ആണ്, കാരണം ലെങ്ത് ആണ്. ഇവിടുത്തെ കേസിൽ ഇന്റിജർ ആണ്. അപ്പോൾ strlen ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. അല്ലെ, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. പിന്നെ ലെങ്ത് ഓഫ് സ്ട്രിംഗ് അറിയില്ലേ? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിംഗ്. അപ്പൊ strlen ഒരു ആർഗ്യുമെന്റ് ആണുള്ളത്. ആ ആർഗ്യുമെന്റ് സ്ട്രിംഗ് ആയിരിക്കും. ആർഗ്യുമെന്റ് സ്ട്രിംഗ് ആണ്. പിന്നെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇന്റിജർ ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ എപ്പോഴും ഫംഗ്ഷന്റെ കേസിൽ അറിഞ്ഞിരിക്കും. എന്താണെന്ന് അറിഞ്ഞിരിക്കും. റിട്ടേൺ ടൈപ്പ്, പിന്നെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എത്ര ഉണ്ട്, ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ഏത് പറഞ്ഞാലും സെയിം ആണ്. പാരാമീറ്റർ എന്ന് പറയുന്നതും ആർഗ്യുമെന്റ് എന്ന് പറയുന്നതും ഏറെക്കുറെ സെയിം ആണ്. ഇതാണ് സ്ട്രിംഗ് ഫംഗ്ഷനിലെ ഒന്നാമത്. അപ്പോൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് 4 ഫംഗ്ഷൻസ് ഉണ്ട് സ്ട്രിംഗ് ഫംഗ്ഷൻസിലാണ്. അപ്പോൾ പറയുന്നത് സ്ട്രിംഗ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ഫംഗ്ഷൻ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ. ബാക്കിയുള്ള 4 ഫംഗ്ഷൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രീം ഫംഗ്ഷൻസും അതുപോലെ തന്നെ സ്ട്രീം IO ഇൻപുട്ട് ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഗെറ്റ് ലൈൻ, ഗെറ്റ്, ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആയിട്ടുള്ള പുട്ടും റൈറ്റും വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് strlen എന്നുള്ള ഫംഗ്ഷൻ ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം.